താവുകുന്നിൽ അപകടങ്ങൾ പെരുകിയതോടെ മരണം മണക്കുന്ന വളവുകൾ യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും പേടി സ്വപ്നമായി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന നാട്ടുകാർക്ക് പേടി സ്വപ്നമായ നടുവിലെ താവുകുന്നിലെ മലയോര ഹൈവേയിലെ വളവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് കുഴൽക്കിണർ വണ്ടി മറിഞ്ഞ് ഒരു അതിഥി തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു ചരക്ക് ലോറി മറിഞ്ഞ് വലിയൊരു അപകടമുണ്ടായിരിക്കുകയാണ്. നിരന്തരം അപകടങ്ങൾ നടന്നിട്ടും അധികാരികൾ നോക്കുകുത്തിയാകുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്കാണ് ഇപ്പോൾ കാരണമാകുന്നത്. അതിനൊരു തെളിവാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ അപകടം അതിദാരുണമായിരുന്നു. സിമൻറ്റ് വണ്ടി അപകടം ഉണ്ടാവുകയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുഴൽക്കിണറിൻ്റെ വണ്ടി ഇവിടെ മറിയുകയും പിന്നെ അതിൽ ഒരു അതിഥി തൊഴിലാളി മരണപ്പെടുകയും പിന്നെ ഇവിടെയുള്ള ഒരുപാട് വണ്ടികൾ നിരന്തരം അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട PWD എഞ്ചിനീയർ ഇതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് ഈ അപകടങ്ങളെ ഒഴിവാക്കി ജനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി എല്ലാവിധ മുൻകരുതലും എടുക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു. ഇവിടെ ഏകദേശം 5 ആൾ ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപകടങ്ങളല്ലാതെ അപകടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ വണ്ടികൾ ഈ ഏരിയയിലുള്ള ഒരുപാട് വണ്ടികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മലയോര ഹൈവേ നിർമ്മിച്ചതിനു ശേഷമുണ്ടായ ഒട്ടേറെ അപകടങ്ങളിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. താവുകുന്ന് തോടിനും കൂര്യാട്ടിനുമിടയിൽ തുടർച്ചയായി 8 കൊടും വളവുകളുണ്ട്. അപകടത്തിൽപ്പെട്ടതിലേറെയും വലിയ ലോറികളാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും പറയുന്നു. നവംബർ 21-നാണ് നിയന്ത്രണം വിട്ട കുഴൽക്കിണർ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചത്. വീണ്ടും കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും മണക്കടവിലേക്ക് പോകുകയായിരുന്ന സിമന്റ് ലോറി പുലർച്ചെ 5 മണിക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പക്ഷേ ആർക്കും പരിക്കില്ല. അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നോക്കുകുത്തിയാകുന്ന അധികൃതർക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു നീങ്ങുമെന്ന് സജീവ് ജോസഫ് MLA. അപകടത്തെ ചൊല്ലി നിരന്തരം ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയുമുണ്ടായില്ല. ഇനിയും വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് പോകുന്നതെന്ന് സജീവ് ജോസഫ് MLA പറയുന്നു. നടുവിൽ പഞ്ചായത്തിലെ താവുകുന്നിൽ അപകടം ഒരു തുടർക്കഥയാവുകയാണ്. വളരെയേറെ ആശങ്കയോടെയാണ് ജനങ്ങൾ ഈ തുടർച്ചയായ ഈ അപകടങ്ങളെ കാണുന്നത്. നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടെ അപകടം തടയാനും നിയന്ത്രിക്കാനും ഇവിടെ കർശനമായ മെഷേഴ്സ് സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. കാരണം നിരവധി പേർ ഈ പ്രദേശത്ത് അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി, പരിക്കേൽക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണിത്. ഈ റോഡിൻ്റെ ഈ കൊടും വളവുകളിൽ, ഈ കയറ്റത്ത്, അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ പോയിൻറ്റുകളിലൊക്കെ തുടർച്ചയായ അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നിരവധി തവണ ഡിപ്പാർട്ട്മെൻറ്റിന് കത്ത് നൽകുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ആ നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇത് വേഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് MLA എന്ന നിലയിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. കാരണം ഇനി ഇതുപോലൊരു അപകടം ഉണ്ടാകാൻ പാടില്ല, ഒരു മരണം ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ആർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് MLA തന്നെ മുൻകൈ എടുക്കുമെന്ന് ഈ സന്ദർഭം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളവിലെ സുരക്ഷാവേലികളും തകർത്താണ് വാഹനങ്ങൾ തലകീഴായി മറിയുന്നത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഉഗ്രശബ്ദവും ജീവൻ പൊലിയുന്നത് കണ്ടുനിൽക്കേണ്ട അവസ്ഥയും പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. കൊടും വളവാണ്. ജീവൻ മുറുകെ പിടിച്ചാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. രാത്രിയിൽ ഉറക്കമില്ലാതെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ഇനിയും ഒരു ദുരന്തം ഒഴിവാക്കാൻ അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണം. ഷാജി കിഴരയ്ക്കൊപ്പം ലിസിത ജനാർദ്ദനൻ, സീൽ ന്യൂസ്.